സൈറ്റ് പ്ലാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രോ വിത്ത് റെക്റ്റാങ്കിൾ ആൻഡ് ഗീവ് ടെക്സ്റ്റ്. അതെങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് ഡ്രോയിങ്ങിൽ നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ലെയർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം പോയി അവിടെ സൈറ്റ് പ്ലാൻ്റെ ഒരു യെല്ലോ കളർ ലെയറാണ്, അത് സെറ്റ് ചെയ്യുക. അതിനുശേഷം അത് വരയ്ക്കേണ്ടത് റെക്റ്റാങ്കിൾ എടുത്താണ് വരയ്ക്കേണ്ടത്. സോ നമ്മൾ REC എൻ്റർ കൊടുക്കുക. അതിനുശേഷം റെക്റ്റാങ്കിൾ എടുത്ത് നമ്മൾ ആ സൈറ്റ് പ്ലാന് ചുറ്റിനും ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഞാൻ ഓൾറെഡി ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കത് എളുപ്പമാണ്. അതിനുശേഷം T എൻ്റർ കൊടുത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ടെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവരുത്. കാരണം ഈ വേർഡ്സ് സൈറ്റ് പ്ലാന്, ലൊക്കേഷൻ സ്കെച്ച് ഇതൊക്കെ Pre DCR റീഡ് ചെയ്യുന്ന വേർഡ്സാണ്. സോ നമ്മൾ സൈറ്റ് പ്ലാൻ ടൈപ്പ് ചെയ്ത് അതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുക. 1 കൊടുത്താൽ മതിയായിരിക്കും. സൈറ്റ് പ്ലാൻ കറക്റ്റ് സൈസാണ്. സോ 1 കൊടുത്ത ശേഷം അത് ചെറുതായി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് കോപ്പി ചെയ്യുമ്പോഴത്തേക്കിനും മറ്റെന്തെങ്കിലും കോപ്പി ആവാതെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ആ പേര് മാത്രം ഒന്ന് കോപ്പി അതിൽ മൂവ് ചെയ്യണം. മൂവ് ചെയ്ത് ജസ്റ്റ് എവിടെ ആ കോർണറിൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ Pre DCRനകത്ത് ടെക്സ്റ്റുകൾ ഓവർലാപ്പ് ചെയ്ത് വരികയാണെങ്കിൽ അത് എറർ കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓവർലാപ്പ് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയെങ്കിലും ഒരു കോർണറിൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ സൈറ്റ് പ്ലാൻ വരയ്ക്കുന്നത്. സോ നമുക്കൊന്നുകൂടെ നോക്കാം. സൈറ്റ് പ്ലാൻ വരയ്ക്കാൻ ചെയ്യേണ്ടത് ആദ്യം റെക്റ്റാങ്കിളിലാണ് വരയ്ക്കേണ്ടത്. അതിനുശേഷം ഒരു ടെക്സ്റ്റും കൊടുത്താൽ സൈറ്റ് പ്ലാൻ കറക്റ്റായിട്ട് കിട്ടും. സോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ആദ്യം ഒരു റെക്റ്റാങ്കിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. സോ അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സൈറ്റ് പ്ലാൻ വരച്ചെടുക്കാൻ പറ്റുന്നതാണ്.